പോലീസ് കംപ്ലൈന്റ് കൊടുത്തപ്പോഴത്തേന് സ്ത്രീ വിരുദ്ധനാണ്, നിങ്ങൾ പുരുഷവിരോധിയല്ല. നിങ്ങളുടെ വിചാരം എന്തോ മലയാളികൾ പൊട്ടന്മാരാണ്, എത്ര വലിയ എഴുത്തുകാരിയാണെന്നുണ്ടെങ്കിൽ വിവരക്കേട് വിളിച്ചു പറഞ്ഞാൽ വിവരക്കേടാണെന്ന് പറയും. മലയാളികളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവരുടെ വിവരക്കേടാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എസ് എന്നും, അല്ല KR മീര ഒരു സംഭവമാണ്, അവർ പറഞ്ഞത് കറക്റ്റ് ആണ് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നോ എന്നും കമന്റ് ചെയ്യാം. കഴിഞ്ഞ ദിവസം KR മീര എന്ന എഴുത്തുകാരി കഷായം ഗ്രീഷ്മ എന്ന് പറയുന്ന കൊലയാളിയെ വെളുപ്പിച്ചുകൊണ്ട് പബ്ലിക് സ്ഥലത്തിരുന്ന് ഇളിച്ചുകൊണ്ട് കുറച്ച് ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. വലിയ വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ മലയാളികൾ അവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ കഷായം ഗ്രീഷ്മ എന്ന് പറയുന്ന കൊലയാളിയെ മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറക്കാനിടയില്ല. 11 ദിവസത്തോളം ഒരു ചെറുപ്പക്കാരനെ ആന്ധ്രവേഗം മുഴുവൻ അഴുകി ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു. ആ വീട്ടിൽ ഇന്നും അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്. ആ കേസ് വന്ന് ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പോഴാണ് കഷായം വെച്ചുകൊണ്ട് KR മീരയുടെ ഒരു കോമഡി, നമ്മൾ ഈ പറയത്തില്ല ഡാർക്കായിട്ട് ഇമാരി ഡയലോഗ് അടിക്കുന്ന ടീമൊക്കെ, ഇവരൊക്കെയാണ് എഴുത്തുകാരെല്ലാം വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നാട്ടുകാരെ തലയെ കൊണ്ടുവച്ചുകൊണ്ട് നടക്കുന്ന ടീമൊക്കെയാണ്. പബ്ലിക്കായിട്ട് വന്നിട്ട് വിവരക്കേട് വിളിച്ചു പറയാം. ഇവർക്കൊക്കെ ഉള്ളത് വെറും പുരുഷവിരോധമാണെന്ന് മനസ്സിലാക്കാം. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ മീൻകറി കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും, മലയാളികൾക്കെല്ലാം മനസ്സിലാവും. എന്തായാലും ഈ വിഷയത്തിൽ ഒരു വിശദീകരണ കുറിപ്പായിട്ട് KR മീര വന്നിട്ടുണ്ട്. ഇവരുടെ വിശദീകരണ കുറിപ്പ് കണ്ടു കഴിഞ്ഞാലാണ് അതിൽ വലിയ കോമഡി. ഇവരൊക്കെയാണോ യഥാർത്ഥത്തിൽ ഈ ബുക്കൊക്കെ എഴുതുന്നതെന്ന് തോന്നിപ്പോവും. അമ്മാതിരി വിവരക്കേടൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്കറിയായിരിക്കും. രാഹുൽ ഈശ്വറിൻ്റെ പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റിലും നമുക്ക് എതിരായ അഭിപ്രായമുണ്ട്. ബോച്ചയുടെ കേസിലായിരിക്കും, ഹണി റോസിന്റെ കേസിലായി. പക്ഷെ കേരളത്തിൽ KR മീര എന്ന് പറയുന്ന എഴുത്തുകാരി പറഞ്ഞ വിവരക്കേടിനെതിരെ ഒരു വരി കംപ്ലൈന്റ് എഴുതി കൊടുക്കാൻ രാഹുൽ ഈശ്വർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ രാഹുൽ ഈശ്വർ ഒരു കംപ്ലൈന്റ് കൊടുത്തു. അതുമായി ബന്ധപ്പെട്ടാണ് KR മീര അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ കുറിപ്പ് വായിക്കാൻ നേരത്ത് മലയാളികൾ മുഴുവൻ പൊട്ടന്മാരാണെന്ന് ചേച്ചിക്കൊരു വിചാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിചാരം അങ്ങ് മടക്കി ഒതുക്കി വെക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ ഈ കഷായവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നും ആരെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നതെന്നും, എല്ലാം തികഞ്ഞ കാമുകൻ സ്ത്രീയെ വിട്ടുകൊടുത്തില്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും ഒക്കെ അവൾക്ക് കഷായം കൊടുക്കേണ്ടി വരുമെന്നും ഈ നാട്ടിൽ നീതിന്യായ വ്യവസ്ഥയുള്ളതാണ്. ഇവിടെ ആർക്കും കഷായം കൊടുത്ത് ഇല്ലാതാക്കാനുള്ള ഒരു അനുവാദവും ആർക്കും കൊടുത്തിട്ടില്ല. പിന്നെ പോലീസ് കംപ്ലൈന്റ് കൊടുത്തപ്പോഴത്തേന് രാഹുൽ ഈശ്വറിന്റെ പേരിൽ പുള്ളിക്കാരി ഒന്ന് സ്കോർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ആ പോസ്റ്റിനകത്ത് സ്ത്രീ വിരുദ്ധൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരി, സ്ത്രീ വിരുദ്ധനാണ്, നിങ്ങൾ പുരുഷവിരോധിയല്ലേ. നിങ്ങൾ രണ്ടും ഒരേ കൊലയിലെ 2 കാ മാത്രമാണ്, അല്ലാതെ വ്യത്യാസമൊന്നുമില്ല. KR മീര എന്ന എഴുത്തുകാരിയും രാഹുൽ ഈശ്വറും ഒരേ കൊലയിലെ 2 കാ മാത്രമാണ്. നിങ്ങൾക്ക് പുരുഷവിരോധവും രാഹുൽ ഈശ്വറിന് സ്ത്രീ വിരുദ്ധതയാണെങ്കിൽ രണ്ടും ഒരേ കൊലയിലെ 2 കാ, അതിന് കൂടുതലൊന്നുമില്ല. എനിക്കിവിടെ ചോദിക്കാനുള്ള മലയാളികളോട്, ഇവരുടെ ഒരു കുറിപ്പിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ബന്ധങ്ങളിൽ വളരെ ടോക്സിക്കായി പെരുമാറുന്ന പുരുഷന്മാർക്ക് ചിലപ്പോൾ കഷായം കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വിദഗ്ധരായ ആയുർവേദ ഡോക്ടർ മേൽനോട്ടത്തിൽ മാനസസമിത്രം ഗുളിക ചേർത്ത് ദ്രക്ഷാദി കഷായം എന്നുള്ള രീതിയിലൊക്കെ ഇവർ എഴുതി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വിചാരം എന്തോ മലയാളികൾ പൊട്ടന്മാരാണെന്നാണോ? വിവരക്കേട് വിളിച്ചു പറഞ്ഞു. അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് 2 ഡയലോഗ് അടിച്ച് നിർത്തായിരുന്നു. പറഞ്ഞതിൽ പിശക് സംഭവിച്ചിട്ടുണ്ട്, തെറ്റ്, ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളായിരുന്നു. ഇവിടെ വന്നിട്ട് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കാൻ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ, നാണമുണ്ടോ നിങ്ങൾക്ക്? ഈ വിഷയത്തിൽ KR മീരയെ പിടിച്ച് ജയിലിൽ ഇടണമെന്നും ഇവർക്ക് തികഞ്ഞ പുരുഷവിരുദ്ധതയാണെന്നും അഭിപ്രായമുള്ളവർ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരോടുമാണ് ഞാൻ ചോദിക്കുന്നത്, അഭിപ്രായമുള്ളവർ കമന്റ് ബോക്സിൽ എസ് എന്ന് കമന്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരുടെ വീട്ടിലുള്ള ആൾക്കാർ, ഇവരുടെ അച്ഛനോ മോനോ അല്ലെങ്കിൽ സഹോദരനോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. അത് വെച്ചുകൊണ്ട് ഇവർ നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഇവിടെയുള്ള ആൾക്കാർക്ക് എന്താ, അച്ഛനുണ്ട്, സഹോദരനുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മകനുണ്ട്. അങ്ങനെ തന്നെയാണ് ഇവിടെ മെയിൽ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരുള്ളത്. നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കഷായം കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. അവരുടെ കയ്യിരിപ്പ് അങ്ങനെയായിരിക്കും. അത് അങ്ങനെ നിൽക്കട്ടെ എന്നും പറഞ്ഞ് പൊതുവെ ഈ പബ്ലിക്കായിട്ട് സ്ഥലത്ത് വന്നിട്ട് ഒന്നെങ്കിൽ വീട്ടിലെ കാര്യം പറയണം, അല്ലെന്നുണ്ടെങ്കിൽ പുരുഷന്മാരെന്നുള്ള രീതിയിൽ എല്ലാവരും കൂടെ ജനറൽ ചെയ്യാൻ നിൽക്കരുത്. മനസ്സിലായില്ലേ? എത്ര വലിയ എഴുത്തുകാരിയാണെന്നുണ്ടെങ്കിൽ വിവരക്കേട് വിളിച്ചു പറഞ്ഞാൽ വിവരക്കേടാണെന്ന് പറയും. മലയാളികളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവരുടെ വിവരക്കേടാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എസ് എന്നും, അല്ല KR മീര ഒരു സംഭവമാണ്, അവർ പറഞ്ഞത് കറക്റ്റ് ആണ് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നോ എന്നും കമന്റ് ചെയ്യാം. വിവരക്കേടാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, KR മീര വിവരക്കേടാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ ഈ KR മീരയുടെ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് നമ്മുടെ കേരളത്തിലുള്ള ബുദ്ധിജീവികളൊക്കെ മിണ്ടാതെ ഉരിയാടാതിരിക്കുക. കുറേ സ്ത്രീകളൊക്കെ പ്രതികരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. എന്തായാലും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. ആ പോസ്റ്റ് ഇവിടെ വായിച്ചു വിടാമെന്ന് കരുതുന്നു. ഹരിതമ്പായി എന്ന് പറയുന്ന ഒരു പോസ്റ്റ്, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പ്രൊഫൈൽ വന്നൊരു പോസ്റ്റ് ചെയ്യുന്നത്, KR മീര എന്ന സ്ത്രീ കഴിഞ്ഞ 2 ദിവസമായി പറഞ്ഞ വൃത്തികേടുകൾ ആഴമല്ലെങ്കിൽ ഭീകരത എന്താണെന്ന് ഇനിയും മനസ്സിലാകാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എൻ്റെ ഒരു വേർഷൻ അവതരിപ്പിച്ച് കാണിക്കാം. പുള്ളിയുടെ ഒരു ഭാവനയിലൊരു വേർഷൻ അവിടെ അവതരിപ്പിച്ച് കാണിക്കുകയാണ്. KR മീര പറഞ്ഞതിൻ്റെ മറ്റൊരു വേർഷൻ. ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന ഒരു പുരുഷ എഴുത്തുകാരൻ, അവിടെ നടക്കുന്ന സംസാരത്തിൽ അയാൾ വളരെ കൂളായി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇടയ്ക്കൊക്കെ ആസിഡ് ഒഴിക്കാം, ഹ ഹ ഹ ഹ ഹ. മറ്റെല്ലാവർ ഇരിച്ചില്ലേ, ഇത് ചിരിച്ചോണ്ട് സംസാരിച്ചില്ലേ, അതുപോലെ ഹ ഹ ഹ ഹ.
ഒരു പുരുഷന് ഒരു ബന്ധത്തിൽ നിന്നും സ്ത്രീ ഇറങ്ങിപ്പോകാതിരിക്കാനുള്ള സുരക്ഷിതത്വം വേണം. ഇല്ലാതായാൽ അവനെ തേച്ചു അവൾ പോവുകയാണ് എന്നറിഞ്ഞാൽ അവനൊരു കുറ്റവാളിയാകും. അങ്ങനെ അവനൊരു കുറ്റവാളിയാകാതെ നോക്കേണ്ടത് ഉത്തമയായ കാമുകിയുടെ കർത്തവ്യമാണ്. എങ്ങനെയായിരിക്കും ഈ സമൂഹം അയാളോട് പ്രതികരിക്കുക? അടിക്കുന്ന അടിയും അയാളുടെ പല്ലും നഖവും എങ്കിലും ബാക്കിയുണ്ടാകും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിമിഷ നേരം കൊണ്ട് അയാളുടെ വാഹനം തടയും, തല്ലിപ്പൊളിക്കും, വീട് നേരെ കല്ലേറ് നടക്കും. അയാളെ അടുത്ത് കിട്ടിയാൽ കരിയോല അഭിഷേകം നടത്തും, അല്ലേ? ഇതിനെല്ലാം പുറമെ വിവിധ വകുപ്പുകളുടെ വകയായ അയാൾക്ക് നേരെ നിരവധി കേസുകളുണ്ടാകും. ഷുവർ, ശരി. ഇതിനെല്ലാം സംഭവിച്ച ശേഷം അയാൾ താൻ പറഞ്ഞതിനെക്കുറിച്ച് ഒരു വിശദീകരണ പോസ്റ്റ് എഴുതുകയാണ്. അതിൽ അയാൾ ബന്ധങ്ങളിൽ വളരെ വഞ്ചനയോടുകൂടി പെരുമാറുന്ന സ്ത്രീക്ക് ചിലപ്പോൾ ആസിഡ് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അതിനർത്ഥം വിദഗ്ധരായ ലാബ് ടെക്നീഷ്യന്മാരുടെ രസതന്ത്ര വിദഗ്ധരുടെയും മേൽനോട്ടത്തിൽ കുറച്ച് ആസിഡ്സിൻ്റെ ഒക്കെ പേര് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹം എങ്ങനെ ആ മനുഷ്യനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഒരു എഴുത്തുകാരൻ വന്ന് പറഞ്ഞിരിക്കുക എന്ത് സംഭവിച്ചാലും നമ്മുടെ കേരളത്തിൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കുകയാണ് KR മീര എന്ന് പറഞ്ഞ സ്ത്രീ പറഞ്ഞ വൃത്തികേട് എത്രത്തോളം വലിയ വൃത്തികേടാണ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട് പ്രബുദ്ധ മലയാളി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവരെ പോലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വരുത്തി വിവരക്കേട് വിളിച്ചു പറയും. എന്നിട്ട് ഡോക്ടർ, കഷായം, അവരുടെ കൂട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉളുപ്പില്ലാത്ത രീതിയിൽ കുറച്ച് വിശദീകരണമായിട്ട് പറയും. നിങ്ങൾക്കൊക്കെ പക്ക പുരുഷ വിരോധമാണ്. ആ കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഈ കഷായം ഗ്രീഷ്മയുടെ പേരിൽ, കഷായത്തിൻ്റെയൊക്കെ പേരിൽ മലയാളികളെ വേറെ പൊട്ടനാക്കരുത് എൻ്റെ പൊന്നു ചേച്ചി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവരെ പോലുള്ള പുസ്തകങ്ങൾ വായിക്കുന്നതൊക്കെ നല്ലതാണ്. നമ്മൾ പറയാമല്ലേ, മഹാന്മാരെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഒരു കോമാളിയായി പോകുന്നൊക്കെ പറയുന്ന പോലെ സംഭവം അത്രയേ ഉള്ളൂ. വാ തുറന്നപ്പം വിവരക്കേട് വിളിച്ചു കയറും. ഇപ്പം നിങ്ങളുടെ വീട്ടിലെ പുരുഷന്മാർ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ നാട്ടിലുള്ള ആൾക്കാരെല്ലാം അങ്ങനെ ആയിരിക്കില്ല എന്നുകൂടി മനസ്സിലാക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ KR മീരയൊക്കെ പറഞ്ഞ ഇപ്പോൾ കുറച്ച് ഇന്നലെ സുരേഷ് ഗോപിയുടെ പിന്നാലെയായിരുന്നു ആൾക്കാർ മുഴുവൻ. മേൽജാതി കീഴ്ജാതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി പറഞ്ഞത് തെറ്റുണ്ടെന്നുള്ള കാര്യത്തിൽ, ആ ഭാഷയുടെ കാര്യത്തിൽ തെറ്റുണ്ടെന്ന് നമുക്ക് പറയാം. ശരി, ഇവിടെ കഷായം ഗ്രീഷ്മയുടെ കാര്യത്തിൽ കിക്കി എന്ന് പറഞ്ഞ ഡയലോഗ് അടിച്ച് ചിരിച്ചിട്ട് അവർ മാന്യമായിട്ട് വീട്ടിൽ പോയി. ഒരാൾക്കും സംസാരിക്കാനില്ല. ഇതാണ് കേരളം. എന്തായാലും ആദ്യമായിട്ട് പേജ് കാണുന്നത് ഫോളോ ചെയ്യും.